ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ HR ഈ ഒരു ജോബിനെ കുറിച്ചിട്ട് സ്മാർട്ട് ന്യൂസിൽ അല്ലെങ്കിൽ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കൂടുതൽ ഈ ഒരു ജോലിയിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് വരിക, അല്ലെങ്കിൽ ഈ ഒരു ജോബിലേക്ക് പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ജോബ് സീക്കർ ആണെങ്കിൽ സ്മാർട്ട് ന്യൂസ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ ഒരു വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി ഏകദേശം ഒരു വർഷത്തോളം കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളിലുള്ള നല്ല വേക്കൻസി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സ്മാർട്ട് ന്യൂസിലൂടെ പോസിബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ CV കറക്ഷനും ഡിജിറ്റൽ ട്രെയിനിങ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ജോബ് കൂടുതലായിട്ടും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. കാരണം സ്മാർട്ട് ന്യൂസിലേക്ക് തന്നെ വരുന്ന CVകളിൽ കൂടുതൽ എൻക്വയറീസിൽ ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി MBA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇതിന്റെ ഒരു ബേസ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടോപ്പ് മോസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ MBA എടുക്കുന്ന സമയത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ HR എന്നൊരു വിങ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ്, അപ്പൊ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് അതായത് +2 ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ ഡിഗ്രിയുടെ ഏറ്റവും നല്ല ഓപ്ഷൻ, ഒരേ കരിയർ പാത്ത് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ BBA എടുക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം +2 അതിനുശേഷം BBA കംപ്ലീറ്റ് ചെയ്തു, BBAക്ക് ശേഷം MBAക്ക് ജോയിൻ ചെയ്തു. MBAയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും MBA ഇൻ HR എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓരോ കമ്പനീസിൽ അവരുടെ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ പോസ്റ്റിലേക്ക് ആദ്യം CV ഷോർട്ട് ലിസ്റ്റിംഗിൽ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി MBA കംപ്ലീറ്റഡ് ആണോ, MBAയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് HR ആണോ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ആഡ് ഓൺ ആയിട്ട് കയ്യിൽ കരുതേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ് MBA ഇൻ HR എന്ന് പറയുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോമൺലി ആലോചിക്കുന്ന സമയത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ഹാൻഡ്ലിംഗ് പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഓരോ കമ്പനിയുടെ റിക്വയർമെന്റും അനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ പ്രൊഫൈലിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്മാർട്ട് ന്യൂസ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി എന്ന് പറയുന്നത് ഒരു വലിയ ചാർജസ് ആണ്. അതായത് ഏകദേശം 25,000 പകുതി എന്ന് പറയുന്നത് 12,500 രൂപയാണ്. ഇത്രയും വലിയൊരു സർവീസ് ചാർജ് ഒന്നും കൊടുക്കാതെ ചെറിയ ഒരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള വേക്കൻസി അപ്ഡേറ്റ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അറിയാനായിട്ട് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ CVകൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി കമന്റ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ സ്മാർട്ട് ന്യൂസിന്റെ ഈ ഒരു കമന്റ് സെക്ഷനിൽ ലൈവ് ആക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് SM ടോക്സ്.